ഇന്ന് രാവിലെ ആയിരുന്നു ആ വലിയൊരു സംഭവം സംഭവിച്ചത്. ഇത്രയും നാളും മലയാളക്കരയിൽ ഭയങ്കര സസ്പെൻസ് ഇട്ടിട്ട് പോയൊരു മൂവി ആയിരുന്നു ലൂസിഫർ. കാരണം അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അല്ലേ. പൃഥ്വിരാജ് ആദ്യം ഡയറക്ടറുടെ റോളിൽ നമ്മുടെ മുന്നിൽ എത്തുന്നു. മലയാളത്തിലെ എല്ലാ സ്റ്റാർ കാസ്റ്റും ഈ ഒരു സിനിമയ്ക്ക് എത്തുന്നു. ആ ഒരു വലിയ ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ദുബായിലെ മീഡിയയ്ക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു മൂവിയുടെ വേണ്ടി. ഇന്ന് വൈകിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ മീഡിയയിൽ നിന്ന് കണ്ടിറങ്ങിയതിൻ്റെ ആ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് മുഖത്ത് കാണാൻ സാധിക്കും. ഫാസ്റ്റ് ഫിലിംസ് ആണ് ഈ മൂവി UAE-ലും GCC-ലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വൺ കാസ്റ്റ് ഇടയ്ക്ക് വന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും എല്ലാ മീഡിയ പേഴ്സണാലിറ്റീസിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് ഈ മൂവിയുടെ പ്രമേയം, അല്ലെങ്കിൽ എന്താണ് ഈ മൂവി മലയാളിക്കരയെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന്. പക്ഷേ ഇത് കണ്ടിറങ്ങിയതിന് ശേഷം ഫുൾ റൈറ്റോടുകൂടി പറയാം, മലയാളക്കരയ്ക്കല്ലാതെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ ഡയറക്ടറിനെ ലഭിച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് ആ ഒരു ഡയറക്ടർ. ഇനിയിപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോടുകൂടി ആ ഒരു കാര്യം പറഞ്ഞത്. ബാക്കി ലാലേട്ടൻ നമുക്കറിയാം. എന്തായാലും ലാലേട്ടൻ സ്ക്രീനിൽ വന്ന് ആ ജീപ്പിൽ നിന്ന് ലാൻഡ് ചെയ്ത് റേവൻ ഗ്ലാസ് കണ്ണാടി എടുത്ത് വച്ചു. അത് കഴിഞ്ഞ് മുണ്ട് മടത്തി കുത്തി. ഇത് കണ്ടാൽ തന്നെ മലയാളികൾ ഫ്ലാറ്റാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഒരു നല്ല ചിത്രം തന്നെയാണ്, ഇടക്കാലത്ത് റിലീസായാൽ നല്ല ചിത്രം തന്നെയാണ് ലൂസിഫർ. ബാക്കിയുള്ള കാസ്റ്റ് ആണെങ്കിലും ടോവിനോ ആണെങ്കിലും മഞ്ജു വാര്യർ ആണെങ്കിലും സാനി ആണെങ്കിലും ഒക്കെ നല്ല റോൾസ് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. വിവേക് ഒബ്രോയ് ആണെങ്കിൽ പോലും ഒരു മലയാളി അല്ലാഞ്ഞിട്ട് കൂടി വില്ലൻ റോൾ നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥകൾ എൻ്റെ വായിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സിനിമ കാണുക. സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമയെ വിലയിരുത്താം. പൃഥ്വിരാജ് മൂവി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മലയാളികൾക്ക് ആകെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു, ഒരു ഹോളിവുഡ് സ്റ്റൈൽ ആയിരിക്കുമോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ തനി മലയാളി പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു സിനിമയാണ് ലൂസിഫർ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അതിൻ്റെ മിക്ക ലൊക്കേഷനും കേരളം തന്നെയായിരുന്നു. അതിൽ ട്രിവാൻഡ്രത്തായിരുന്നു മിക്ക ലൊക്കേഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് നോക്കിയാൽ കാണാം മുംബൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റഷ്യയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പശ്ചാത്തലം നമ്മളുടെ കൊച്ചു കേരളം തന്നെയാണ്. കേരളത്തിൽ നടക്കുന്ന പലതരം അനീതികൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ന് നമ്മളുടെ യങ്സ്റ്റേഴ്സ് പെട്ടുകിടക്കുന്ന ഒരു വലയമാണ് ഈ നാർക്കോട്ടിക്സ് വലയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്ത് അതിനെതിരെ ആ ഒരു അനീതിക്കെതിരെ എങ്ങനെയാണ് ഒരു മലയാളി ജനത ശബ്ദമുയർത്തുന്നു എന്ന് ലൂസിഫർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർ മെസ്സേജ് കൺവേ ചെയ്തിട്ടാണ് ലൂസിഫർ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് മാത്രമല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള സുജിത് വാസുദേവനും നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു. ഹെവി ക്യാമറ വർക്ക്സ്, ഹെവി ഡിറക്ഷൻ വർക്ക് ആൻഡ് ഒരു ഓൾ ടുഗെദർ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ഫീസ് ഫോർ മലയാളീസ്. വിഷുവിന് മുന്നേ റിലീസായിരിക്കുന്ന ഒരു വിഷു കൈനീട്ടമായിട്ടാണ് നമുക്ക് ലൂസിഫറിനെ കണക്കാക്കാൻ സാധിക്കും. ഇതിനകത്ത് ഓരോരുത്തരും ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ ആണെങ്കിലും ടോവിനോ ആണെങ്കിലൊക്കെ ഒരു 100% ജസ്റ്റിസ് ആ ക്യാരക്ടറിനോട് ചെയ്തിട്ടുണ്ട്. സോ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ഒരുമിച്ച് പറയാൻ സാധിക്കും, ഒരു പൃഥ്വിരാജ് സുകുമാരൻ സിനിമ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നതെന്ന്. ഇത് മതി. ലൂസിഫർ എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകനെ കിട്ടിയെന്ന് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കുകയാണ്. ഇനി പുതുതായി ഇറങ്ങാൻ പോകുന്ന സംവിധായകരെല്ലാം തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയും ഈ ഒരു ബെഞ്ച് മാർക്കിന് മുകളിലേ നിങ്ങൾക്ക് ഇനിയൊരു സിനിമ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ എബിലിറ്റിയും ബ്രില്യൻസും ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ലാലേട്ടനെ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാവരെയും, എൻ്റെ ഫേവറേറ്റ് ഒരുപക്ഷെ ഈ ഒരു സിനിമയിൽ ലാലേട്ടനെ മഞ്ജു ചേച്ചി എല്ലാം മാറ്റി വെച്ചിട്ട് ബൈജു ആണ്. ബൈജുവിനെയൊക്കെ കറക്റ്റ് പൊസിഷനിൽ അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പൃഥ്വിരാജിന് പറ്റിയെന്നത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, എല്ലാ അരമണിക്കൂറും നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ സിനിമയിൽ എല്ലാ അരമണിക്കൂറും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ഗംഭീര മൂവിയാണ്. ഗോ വാച്ച് ഫോർ യുവർസെൽഫ്. ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാസിൽ സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. അതായത് മലയാളത്തിന് മോഹൻലാലിനെ തന്ന ഒരു ഡയറക്ടറാണ് ഫാസിൽ. അദ്ദേഹത്തെ പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ കൂടെ തന്നെ ഒരേ ഫ്രെയിമിൽ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഫാസിൽ സാർ ആണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം ഗംഭീരമായി ചെയ്തത്. സാധാരണ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഗ്രാഫിക്സും ആനിമേഷൻസും എല്ലാം ഇതിലുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത വിധം വളരെ സട്ടിലായിട്ടാണ് ഇതിൽ ഗ്രാഫിക്സും ആനിമേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീപക് ദേവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിൽ പല ഡിഫറെൻറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേരാണ് നമ്മൾ കേൾക്കാറുള്ളത്. ദീപക് ദേവ് ഇസ് ബാക്ക്.